നമസ്കാരം. നട്ടപ്പാതിരയ്ക്ക് പണം കടത്തിയിട്ട് പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറഞ്ഞു കൂട്ടുന്ന കോൺഗ്രസുകാരെ ശരിക്ക് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ കൃത്യമായ ഉത്തരം കിട്ടിയേനെ. ജയിക്കാൻ വേണ്ടി എന്ത് നാറിയ കളിയും കളിക്കുന്ന കോൺഗ്രസുകാരെ ആദ്യത്തെ ആയുധമായിരുന്നു പണമെറിഞ്ഞ് വോട്ട് പിടുത്തം. ഇതൊക്കെ ആരും അറിയില്ലെന്ന മട്ടിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഓരോരോ വാദങ്ങൾ നിരത്തുകയും ചെയ്തു. പെട്ടി അടക്കില്ലെന്ന് നിലപാടിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ നിങ്ങൾ പെട്ടി അടച്ചാലും ശരി, അടച്ചില്ലെങ്കിലും ശരി, പെട്ടി കുഴിയിലോട്ട് കെട്ടിയെടുക്കും വരെ അതിൽ കള്ളത്തരമുണ്ടെങ്കിൽ ഒരിക്കലത് വെളിയിൽ വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് UDF നേതാക്കൾ ട്രോളി ബാഗിൽ പണം കടത്തിയിട്ടുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആവർത്തിച്ചു പറയാൻ കാരണവും. കള്ളപ്പണം വന്നതായി സംശയിക്കുന്നു എന്നാണ് CPIM പറഞ്ഞത്. ആ സംശയം തെറ്റല്ല. വ്യാജ ID കാർഡ് നിർമ്മിച്ച ഫെനി എന്തിനാണ് പെട്ടിയുമായി ഹോട്ടലിൽ വന്നതെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. പണം കടത്തിയത് സംബന്ധിച്ച തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന പോലീസിന്റെ വ്യക്തമാക്കുന്നതിന് ശേഷമായിരുന്നു സുരേഷ് ബാബുവിന്റെ പ്രതികരണം. അത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ. പണം കടത്തിയ നേതാക്കളെ കുറുവാ സംഘത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ പോലീസിന് പരിമിതി ഉള്ളത് കൊണ്ടാണ് ചെയ്യാൻ പറ്റാതെ പോയത്. അങ്ങനത്തെ പരിമിതി ഉള്ളത് കൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടതും. പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പണം കൊണ്ടുപോയ വാഹനത്തിന് എസ്കോർട്ട് പോയ പോലെയാണ് അന്ന് സഞ്ചരിച്ചത്. 2 കാറുകൾ മാറിക്കേറിയെന്ന് രാഹുൽ മാങ്കൂട്ടം തന്നെ പറയുന്നുണ്ട്. പോലീസ് റെയ്ഡിന് ശേഷം ഏറെ നേരം കഴിഞ്ഞ് പുലർച്ചെ 1:30-ഓടെ ഹോട്ടലിൽ തിരിച്ചെത്തിയ VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, ജ്യോതികുമാർ ചാമക്കാല എന്നിവർ പ്രതികരിച്ചത് സംശയാസ്പദമാണ്. സ്വാഭാവികമായും റെയ്ഡ് വിവരം നേരത്തെ ഇവർക്ക് ലഭിച്ചിരിക്കും. പണം സേഫാക്കി മടങ്ങിയത് കൊണ്ടാണ് പ്രതികരണത്തിന് ഇത്രയും വൈകിയത്. സംഘടനാ ചട്ടങ്ങൾ പാലിക്കാത്തവർക്കെതിരെ എക്കാലവും കടുത്ത നിലപാടുകളാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് എന്ന് CPM സമ്മേളനങ്ങളോടനുബന്ധിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടിയിൽ പറയുന്നു. പാലക്കാട്ടെ കൊഴിഞ്ഞാമ്പാറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ CPM വിഭാഗീയത രൂക്ഷമായത് സംബന്ധിച്ചായിരുന്നു ചോദ്യം. സംഭവ ദിവസം 11:45-നും 12 മണിക്കുമിടയ്ക്ക് VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ജ്യോതികുമാർ ചാമക്കാലയും KPM ഹോട്ടലിൽ നിന്ന് പോയി. ഏകദേശം 11:45-ന് രാഹുലും പോയി. 2 പെട്ടികളും രാഹുൽ വന്ന വാഹനത്തിലാണ് കയറ്റിയത്. ആ പെട്ടി കയറ്റിയ വാഹനത്തിൽ രാഹുൽ കയറുന്നില്ല. പകരം പൈലറ്റ് വാഹനം പോകുന്ന രീതിയിൽ മുൻപിലെ വാഹനത്തിലാണ് കയറിയത്. 2 വാഹനത്തിൽ മാറിക്കേറിയതെന്ന് രാഹുൽ തന്നെ പിന്നീട് പറയുന്നുണ്ടല്ലോ. ഇവർ പോയി 10 മിനിറ്റിനകം പോലീസ് എത്തുന്നുണ്ട്. വനിതാ നേതാക്കളുടെ അടക്കം മുറികളിൽ പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വരുന്നത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അത്രയും സമയം എന്തെടുക്കുകയായിരുന്നു? വികാരം 1.5 മണിക്കൂർ കഴിഞ്ഞല്ലല്ലോ പ്രകടിപ്പിക്കേണ്ടത്, അതും ആ സമയത്തും. ഇതിനു പുറമെ രാഹുൽ കോഴിക്കോട് നിന്നുമാണ് ലൈവ് ഇടുന്നത്. ഇതെല്ലാം സംശയമുണ്ടാക്കുന്നതാണ്.